ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, യോയോ ഞാൻ ഇന്ന് കുറച്ച് ബിസിയാണ്, എനിക്ക് വേണ്ടി മാത്രം നീ ഈ കേസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ എന്ന് ചോദിക്കുവാണ്. നമ്മുടെ ഹീറോയിന് എന്തെങ്കിലും ഒരു കേസ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുവായിരുന്നല്ലോ. അവളും സന്തോഷമായിട്ട് അത് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോ അത് നമ്മുടെ ജിൻ അവിടേക്ക് വരുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി പിടിച്ചിട്ട്, ഇനി ആർക്കൊക്കെ ഇങ്ങനെയുള്ള കേസ് വരുന്നോ അതൊക്കെ എന്റെ കയ്യിലേക്ക് തരണം, ഞാനും ഈ കമ്പനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി. ഇപ്പൊ കയ്യിൽ വന്ന് കിട്ടിയത് അതേപോലെ പോയില്ലെന്ന പോലെ നമ്മുടെ ഹീറോയിനും ശോകത്തിൽ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയും ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയ്ക്ക് ഒരു കോഡ് വരും. കട്ട് ചെയ്താല് ഹീറോ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതന്ന് ഇവന് വീട്ടിൽ തേടി വന്നില്ലേ, ആ പെൺകുട്ടി ആയിരിക്കും. ഇവളുടെ പേര് മിമി എന്നാണ്. നീ കേസിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഹീറോ ചോദിക്കുമ്പോ, നിങ്ങൾ എന്നെ ഇത്ര നാൾ അവോയ്ഡ് ചെയ്തില്ലേ, അതിന് സോറി പറ, അത് കഴിഞ്ഞിട്ട് കേസിനെ പറ്റി സംസാരിക്കാമെന്ന് അവൾ പറയാണ്. ഇത് കേട്ടത് ഹീറോ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അയ്യോ സോറി, ഒരു ഡ്രാമ കണ്ട് അതേപോലെ ട്രൈ ചെയ്യാൻ നോക്കിയതാ, ഇനി ചെയ്യില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വിട്ടേക്കെന്ന് പറഞ്ഞ് അവനെ പിടിച്ചിരുത്തി. ആക്ച്വലി എന്റെ അച്ഛൻ എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുന്ന പോലുമില്ല, അതുകൊണ്ടാണ് നിങ്ങളോടെങ്കിലും സംസാരിക്കാമെന്ന് കരുതി വന്നതെന്ന് മിമി ആകെ സെൻഡി ആകാനായിട്ട് തുടങ്ങും. നോക്ക്, പേഴ്സണലായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, വേറെ ഒന്നില്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകാനായിട്ട് നോക്കിയതും, പ്ലീസ് ഒരു മിനിറ്റ്, അന്ന് ഞാൻ വീട്ടിൽ വന്ന് യുയുവിനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു, അതെന്റെ തെറ്റാണ്, ക്ഷമിക്ക്. പക്ഷേ ഞാൻ നിങ്ങളെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ മനസ്സിലാക്ക്, ഞാനും സുന്ദരിയല്ലേ, എനിക്കെന്താ ഒരു കുറവെന്ന് അവള് ചോദിക്കുവാണ്. ഇത് കേട്ട് ഹീറോയും, ഇത് നോക്കൂ മിമി, നീ വളരെ ചെറിയ കുട്ടിയാണ്, നീ നന്നായിട്ട് പഠിച്ച് നിന്റെ കരിയർ വളർത്താൻ നോക്കണം. ലവ് എന്നത് ഇപ്പോ നിനക്ക് ആവശ്യമില്ല, അത് ആവശ്യമുള്ള ടൈമില് കറക്റ്റായ പേഴ്സന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുവാണ്. എന്നാലും ഇവൾക്ക് ഭയങ്കര സങ്കടാകുന്നുണ്ട്. ആകെ ശോകത്തിൽ അവനെ നോക്കിയിരിക്കുവാണ്. കട്ട് ചെയ്താല് ഓഫീസിലാണ് കാണിക്കുന്നത്. ഹീറോയിന് ഓടി വന്ന്, ബോസ് ഞാൻ റെഡിയാണ്, നിങ്ങൾ എനിക്ക് കേസ് തരാൻ പോകുകയാണെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതെന്താ നിന്റെ കയ്യിലുള്ളതെന്ന് ഹീറോ ചോദിച്ചാല്, ഓ ഇതെന്റെ നോട്ട്ബുക്കാ, ഞാൻ കേസിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കൂടെ റെക്കോർഡർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവള് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ്. ഒരു തവണ നല്ലൊരു അടി കിട്ടിയതല്ലേ, അതുകൊണ്ട് ഇപ്പൊ എല്ലാം നോക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഹീറോയും എന്നാ ശരി ഇതാ കേസ് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഒരു കേസിന്റെ ഫയൽ കൊടുക്കുന്നുണ്ട്. ബോസ് നിങ്ങൾ ടെൻഷൻ ആകെ വേണ്ട, ഞാൻ ഇതിൽ എന്തായാലും ശ്രദ്ധിച്ചോളാന്ന് അവള് പറയും. ഇത് ജസ്റ്റ് ഒരു ഡിവോഴ്സ് കേസാണ്, അതും മിമിയുടെ അച്ഛന്റെ ഡിവോഴ്സ് കേസ്. അവര് സുഖമില്ലാതിരിക്കുവാണ്, അതുകൊണ്ട് നീ തന്നെ അവരെ പോയി മീറ്റ് ചെയ്യേണ്ടി വരും, നോക്കിയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുവാണ്. ശരി ബോസ്, ചെയ്ത തെറ്റ് ഞാൻ ഇനി തിരികെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അവളും പോകുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് മിമിയുടെ അച്ഛനെ കാണാനായിട്ട് വന്നിരിക്കുവാണ്. ഇവര് ഡിവോഴ്സ് ചെയ്താല് എല്ലാം പിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ, അതിനു വേണ്ടിയുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുത്തതും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അയാൾ നോക്കി പറഞ്ഞിട്ട് പിന്നീട് ചില കാര്യങ്ങൾ ഇവളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കി തല്ലുകൂടിയൊന്നല്ല പിരിയുന്നത്, വളരെ നല്ലൊരു റിലേഷൻഷിപ്പിലാണ് അവരുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവർക്ക് കുറച്ച് അസുഖങ്ങൾ വരാനായിട്ട് തുടങ്ങി. സോ നല്ലതിന് വേണ്ടിയാണ് പിരിഞ്ഞിരിക്കുന്നത് എന്ന പോലെ പറയുവാണ്. പിന്നീട് അവര് നമ്മുടെ ഹീറോയിനെ നോക്കി, നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ പ്രായത്തില് ലവ് എന്നത് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ എന്റെ വയസ്സിൽ വരുമ്പോഴേ മനസ്സിലാകൂ, സത്യത്തിൽ ഈ ലവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അവരുണ്ടായിരുന്നാലും ഇല്ലെങ്കിലും ശരി, അവരെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് നീ വിചാരിക്കുമെന്ന് പറയാണ്. ഇപ്പോ തിരികെ ഓഫീസിലേക്ക് വന്ന് നമ്മുടെ ഹീറോയിനും ഇതാണ് തലക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അത്ര വലിയ അസുഖങ്ങളൊന്നുമില്ല, ഇപ്പോ ഇവർക്ക് അൾസർ മാത്രമേ ഉള്ളൂ. അവര് ശരിയായി ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസർ ആയി മാറാൻ ചാൻസ് ഉണ്ടെന്ന പോലെ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനു വേണ്ടി അവരുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് അവരുടെ കൂടെ നിന്ന് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഹീറോയിനും ചിന്തിക്കുവാണ്. പിന്നെ അവര് ലവിനെ കുറിച്ച് പറഞ്ഞത് അതെല്ലാം അവള് മാറി തലയിലിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഡൗട്ട് വരുന്നത്. നെക്സ്റ്റ് ടൈം നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കിയാല് മിമിയുടെ അച്ഛൻ അവരുടെ വയസ്സിന് പകുതിയുള്ള ഒരു പ്രഗ്നന്റ് പെണ്ണുമായിട്ട് വരുന്നുണ്ട്. നോക്കിയാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ഇവർക്ക് അസുഖമായിരിക്കുന്നത് കൊണ്ടൊന്നല്ല ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ഫാമിലിയിലേക്ക് ഒരു ആൺകുട്ടിയെ വേണം. സോ ഇപ്പോ ആൺകുട്ടി ഈ പെണ്ണിന്റെ വയറ്റിൽ വളരുന്നുണ്ട്, അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പൊ അയാൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും എന്ത് ചെയ്യാൻ കഴിയും, ഇവരുടെ ലോയർ ആയി പോയില്ലേ, നിങ്ങൾ വേഗം ഡിവോഴ്സ് വാങ്ങി തരണം എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുവാണ്. ഇവളും നേരെ ഓടി വന്ന് ഹീറോയോട്, ബോസ് മിമിയുടെ അച്ഛന്റെ കേസിൽ അവർക്ക് അസുഖമായത് കൊണ്ടല്ല ഡിവോഴ്സ് ചെയ്യുന്നത്, അവർക്ക് പുറത്ത് വേറൊരു അഫെയർ ഉണ്ട്, ആ പെണ്ണും ഇപ്പോ പ്രഗ്നന്റ് ആണെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ഹീറോ ഷോക്ക് ആകുന്നില്ല. യുയോ ഇപ്പോഴാണ് നീ കറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, അപ്പോ ഇനി മുതൽ നീ ഈ കേസ് നോക്കിക്കോ, എനിക്ക് അത്രയും തലവേദന കുറഞ്ഞു എന്ന പോലെ അവൻ പറയാണ്. എന്താ ബോസ് നിങ്ങൾ ഇത് കേട്ടിട്ട് ഷോക്ക് ആകുന്നില്ലേ എന്ന് വിളി ചോദിച്ചാല്, ഞാൻ ഈ കേസ് എടുക്കുമ്പോഴേ ആ മിമിയുടെ അച്ഛന്റെ മേലെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതിപ്പോ ശരിയായി.
സോ അതിന് എനിക്ക് ഷോക്ക് ആകേണ്ട കാര്യമില്ല. നീ ഇത് നല്ല പോലെ കൊണ്ടുപോയാ മതി എന്ന് അവൻ പറയാണ്. ഇത് കേട്ട് ഹീറോയിനും ഷോക്കായി. ബോസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ പുകഴ്ത്തി സംസാരിക്കുന്നത്. നിങ്ങൾ ടെൻഷൻ ആകണ്ട, ഞാനിത് സൂപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നടത്തിക്കോളാം. എന്തായാലും ഫസ്റ്റ് ടൈം നിങ്ങൾ എന്നെ കുറിച്ച് പുകഴ്ത്തി 2 വാക്ക് പറഞ്ഞതല്ലേ, അത് തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യണം. ഡിന്നറിന് നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ വേണ്ടത്? സീ ഫുഡോ അതോ വേറെ എന്തെങ്കിലോ, ഇല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോ വേണ്ട വേണ്ട, എനിക്കിന്ന് ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ പോകണം. സോ നൈറ്റ് ഡിന്നറിന് ഞാൻ വരില്ലെന്ന് പറയാണ്. ശരി, എന്നാ നെക്സ്റ്റ് ടൈം നോക്കാം. ഇപ്പൊ ഞാൻ പോയി വർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴാണ് ലൈറ്റ് ആയിട്ട് അവളുടെ മേലെ ഒരു ഫീലിങ്സ് ഒക്കെ പുറത്തു വരാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ അവൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്ന് അടുത്തുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പന്നിക്കുട്ടി മിസ്സായിട്ടുണ്ട്, അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പേടിയുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടേ പോകുവാണ്. ഇവൻ വീട്ടിലേക്ക് കയറി വന്നാല് ഹീറോയിനെ അവിടെ കാണുന്നില്ല. ഇനി പട്ടിക്കുട്ടിയുമായിട്ട് വാക്കിങ്ങിന് പോയതായിരിക്കുമെന്ന് കരുതിയിട്ട് അവനും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ നേരം പോയിക്കൊണ്ടേയിരിക്കുവാണ്, ആളെ കാണുന്നില്ല. ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്, കോളും പോകുന്നില്ല. ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷനായി ഇവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാല് 2-3 പോലീസിനെ വിളിച്ചു കൊണ്ടുവന്ന് അവരുമായിട്ട് ഹീറോയിനെ തേടി ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. കാണാതെ പോയി ഇപ്പോ എത്ര നേരമായി എന്ന് ചോദിച്ചാല് 2 മണിക്കൂറായി സാർ എന്ന് പറയും. 2 മണിക്കൂറല്ലേ ആയുള്ളൂ. അവരെവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോയതായിരിക്കും. ഇതിനാണോ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അത് നിങ്ങളെ കൊണ്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്നേ? രാത്രി സമയം കൂടിയാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾ വേഗം തേടെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഭയങ്കര ടെൻഷനോടെ അവനും ഓടി നടന്ന് തേടാനായിട്ട് തുടങ്ങും. നോക്കിയാൽ ഇവിടെ നമ്മുടെ ഹീറോയിനും നായക്കുട്ടിയെ വാക്കിങ്ങിന് തന്നെ കൂട്ടി വന്നതായിരിക്കും. അപ്പൊ അടുത്ത് വന്ന ഒരാള് അഡ്രസ്സ് ചോദിക്കുമ്പോ നമ്മുടെ ഹീറോയിനും പറഞ്ഞു കൊടുക്കുന്ന തക്കത്തില് ആ പട്ടിക്കുട്ടി വേസ്റ്റിൽ പോയി തലയിടുന്നു. ഇത് കണ്ട ഹീറോയിൻ, ഹേയ് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് അതിനെ പിടിക്കാനായിട്ട് വന്നാല് കറക്റ്റ് ആയിട്ട് അത് ഓടിക്കളയും. ഇപ്പോ ഹീറോയും ഓപ്പോസിറ്റിൽ നിന്ന് ഇവിടെ തേടി വരുന്നുണ്ട്. ഈ നായ്ക്കുട്ടി ആണെങ്കിൽ ഓടി ഇവന്റെ നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഓടി വരുന്ന കണ്ട അവനും പേടിച്ച് നിലത്ത് വീഴുന്നുണ്ട്. ഓടി വന്ന പട്ടിക്കുട്ടി ഇവന്റെ മേലേക്ക് ചാടിക്കേറി അവന്റെ മുഖത്ത് ലിക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അതാണെങ്കിൽ ഭയങ്കര നാറ്റമൊക്കെ വരുന്നുണ്ട്. അതെന്താണ് കഴിച്ചതെന്ന് ഹീറോ ചോദിച്ചാല് അതാണെങ്കിൽ ഇപ്പൊ വേസ്റ്റിൽ തലയിട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കട്ട് ചെയ്താല് നേരെ വീട്ടിലേക്ക് വന്ന് വേഗം വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ കാറാനായിട്ട് തുടങ്ങി. നിൽക്ക് പോസി പത വരണ്ടേ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിരുത്തി ഫേസില് ഫേസ് വാഷ് പുരട്ടി കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഹീറോയിനും. മണത്ത് നോക്കിയിട്ട് ഇവളും, ശരിയാ ബോസ് നല്ല നാറ്റുണ്ടെന്ന് പറഞ്ഞാല് അത് തന്നെയല്ലേ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, വേഗം പുരട്ടേടി എന്ന് പറഞ്ഞ് അവൻ ടെൻഷൻ ആകും. ബോസ്, ഈ ഫേസ് വാഷ് ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ഇതിന്റെ വില വരെ 100 യാണിന് മേലെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് കടത്തിൽ നിന്ന് കുറച്ചുകൂടെ ആ സമയത്ത് കണക്ക് പറയാൻ തുടങ്ങിയതും ഹീറോ എന്റെ തലവിധി എന്ന പോലെ റിയാക്ഷൻ ഇട്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയും പോയി വേഗം ഫേസ് വാഷ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോ ഹീറോയിൻ വന്ന്, ബോസ് നിങ്ങൾ എനിക്ക് വേണ്ടി ഓടി വന്നില്ലേ, അപ്പോ നിങ്ങളെ കാണാൻ വളരെ ഹാൻഡ്സ് ആയിരുന്നു, വളരെ കൂൾ ആയിരുന്നു എന്നൊക്കെ അവള് പറഞ്ഞതും ഇത് കേട്ട് ഹീറോയ്ക്ക് നാണം വരുന്നുണ്ട്. അവനും ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുവാണ്. ഇപ്പൊ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ജുന്നിനെയാണ് കാണിക്കുന്നത്. അവൻ ചെങ്ഷിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവര് 2 പേര് ചേർന്ന് ഈ വീട്ടിൽ താമസിക്കാം എന്ന പ്ലാനോട് കൂടിയാണ് അവൻ പറഞ്ഞു വരുന്നത്. അതിനു മുമ്പ് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്, ജുൻ, ഞാൻ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെ എനിക്ക് ധാരാളമാണ്. നീ എനിക്ക് ഈ ഓഫർ തന്നതിന് താങ്ക് യു എന്ന് പറയും. ഇവനും ഇത് കേട്ട് ശരിയെന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ എന്റെ ഓഫീസിൽ നിറയെ കേസുകളൊക്കെ പെൻഡിങ്ങിലായി പോയി. നീ വേണം ഞങ്ങള് വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാനെന്ന് വിളിച്ചാല് ഹെൽപ്പ് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ജോയിൻ മാത്രം ചെയ്യില്ലെന്ന് പറയും. എന്നാ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആയാലോ എന്ന് ചോദിച്ച് പറഞ്ഞ് ഒരു വിധത്തില് അവളെ സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട്. ദെൻ അവള് വീട്ടിലേക്ക് വന്നതും ഇവൾക്ക് വേണ്ടി ഒരു ക്ലയന്റ് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അവരെ വിളിച്ചു കൊണ്ടുപോയി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അവിടേക്ക് ഡോങ്മിൻ കയറി വരുന്നുണ്ട്. എന്തിനാ നീ ഇവിടേക്ക് വന്നതെന്ന് നേരെ ചൊവ്വേ പറ, എനിക്ക് വേണ്ടി ക്ലയന്റ് വെയിറ്റ് ചെയ്യാണെന്ന് അവള് പറയും. അപ്പൊ ഡോങ്മിനും, വീട്ടിലെ പാസ്വേഡ് പോലും ഞാൻ മറന്നുപോയി, എത്ര തവണ ട്രൈ ചെയ്തിട്ടും ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത്. ഇപ്പൊ കണ്ടോ, നീ ഇല്ലാതെ എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റുന്നില്ല, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സെന്റി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അയ്യോ, അതിന്റെ പാസ്വേഡ് നമുക്ക് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡേറ്റ് തന്നെയാണ്, അത് നിങ്ങൾ എങ്ങനെയാ മറന്നു പോകുന്നേ? കൂടുതൽ ട്രിക്ക് ഇടാതെ ഇപ്പൊ നിങ്ങൾ ചെല്ലെന്ന് ചെങ്ഷി പറയും. ചെങ്ഷി, നിനക്ക് എന്നെ എപ്പോഴും ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഞാനും നിന്നെ തന്നെയാണ് ലവ് ചെയ്യുന്നത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ദയവ് ചെയ്ത് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് സംസാരിച്ചാല് ഇവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ച്, ഓ നിങ്ങൾ അങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ഹൈ ഹീലിട്ട് കാല് വെച്ച് ഒരൊറ്റ ചവിട്ട്. ഓൾറെഡി ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞു, തിരികെ പിന്നെയും വന്ന് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു തവണ കൂടി നിങ്ങൾ ഇവിടേക്ക് വന്നാല് ഞാൻ പോലീസിനെ വിളിക്കോടാന്ന് പറഞ്ഞിട്ട് അവളും ഭീഷണിപ്പെടുത്തിയിട്ട് പോകുവാണ്. കട്ട് ചെയ്താല് ഇപ്പോ നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് ഹീറോയിനും ബോസ് കേസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. അപ്പോ ഹീറോ പറയും,
യോയോ നീ ഇനി ആ കേസിനെ പറ്റി ഒന്നും തന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കേസ് കൊടുത്ത മിമിയുടെ അച്ഛൻ മരിച്ചുപോയെന്ന് പറയാണ്. ഇവളിത് കേട്ടതും ആകെ ഷോക്ക് ആകുന്നുണ്ട്. എന്താ പെട്ടെന്ന് സംഭവിച്ചെന്ന് ചോദിച്ചാല് അവരൊരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. സോ കേസ് നടത്തുമ്പോ ഒരു ഓപ്പണന്റ് ആയ പാർട്ടി മരിച്ചു പോയാല് ആ കേസ് എടുത്ത് നടത്താനായിട്ട് കഴിയില്ല. സോ ആ കേസിനെ പറ്റി നീ ഇനി അന്വേഷിക്കണ്ട. നീ എന്റെ കൂടെ അവരുടെ മരണച്ചടങ്ങിന് വരണമെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഇവളും ശരിയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. അടുത്തൊരു പാർട്ടുമായിട്ട് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.